ഈ ഒരു 3 മക്കളുള്ളവരൊക്കെ ഇന്ന് കൈവക്കുക ഇതിനകത്ത്. എനിക്കുണ്ട് അച്ഛോ, എനിക്കുണ്ട്. പോലെ പ്രത്യേക ഉപഹാരമല്ലോ ഉണ്ടാ. എനിക്കുണ്ട് 3 പിള്ളേരുണ്ട്. 4 നാലായിട്ടില്ല. ഉടനെ ആവും. 4 ഉടനെ ആവും. സമ്മാനം ഉണ്ടായി. ഞാൻ ചോദിക്കുന്നില്ല. 5 ഉണ്ടോ ആർക്കെങ്കിലും? അവർക്ക് അവാർഡ് കൊടുക്കണമെന്ന് പറയും. പിതാക്കന്മാരെ കൂട്ടത്തിൽ എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരാളാണ് നിങ്ങൾ. തറയിൽ പിതാവ് എന്ന് പറയും. ഒരു നിമിഷം ഒന്ന് കേൾക്കണേ. പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അച്ചോ, ഈ നിലനിൽപ്പോ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രാജ്യം പിടിക്കണമെന്നുള്ള ഒരു തരത്തിലുള്ള പദ്ധതിയുമില്ലാതെ സാധാരണഗതിയിൽ മുസ്ലിം സമൂഹത്തിന് 3-4 കുട്ടികളുണ്ട്. ഇതിനെ പറയുന്നത് പന്നി പെറുന്നവരെ പെറുക എന്ന് പറയുന്നത്. ഇപ്പൊ ഈ 5 എണ്ണോ 4 എണ്ണോ ഒക്കെ ഉണ്ടായാൽ, 2-ൽ കൂടുതൽ ഉണ്ടായാൽ അപ്പൊ പന്നി പറലല്ലേ അച്ചോ? പന്നി പെറുന്ന പോലെ പെടത്തില്ല. ഇപ്പം ഈ മുസ്ലിം സ്ത്രീകൾ അവരുടെ മക്കൾ ഏത് വഴിയാണോ വരുന്നത് അതേ വഴി തന്നെയാണല്ലോ ക്രൈസ്തവ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഒരു സംഘപരിവാറുകാരന്റെ ഭാര്യക്കും ഒക്കെ വരുന്നത്. അതേ വഴിയിലൂടെ തന്നെയല്ലേ. അപ്പം ഈ മുസ്ലിം സ്ത്രീകൾക്ക് വരുമ്പോൾ മാത്രം അത് പന്നി പെറലും, ബാക്കിയുള്ളവർക്ക് അങ്ങനെ വരുമ്പോൾ എന്താ പന്നി പെറുന്ന പോലെ ആവാത്തത്? നമുക്കാണെങ്കിൽ നിലനിൽപ്പൊന്നും ഒരു വിഷയമല്ല. നമുക്ക് മക്കളുണ്ടാകണം എന്നുള്ളത് ഒരു ജീവിതത്തിന് ഐശ്വര്യവും സമൃദ്ധിയാണെന്ന് മനസ്സിലാക്കിയാണ്. ഇത് നിലനിൽപ്പ് എന്ന് പ്രത്യേകം പ്രിയപ്പെട്ട അച്ഛൻ പറയുന്നുണ്ട്. ദയവാണെങ്കിൽ ഒന്നുകൂടെ കേൾപ്പിച്ചുതരാം. നാം 2 നമുക്ക് 5. അവരത് പറയത്തില്ല. അവര് നാം 2 പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും. നമുക്ക് 5 നിങ്ങൾ എന്ത് പറയത്തില്ല. ഒരു 5 മക്കളൊന്നും ഇല്ലാതെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ നിലനിൽക്കുമെന്ന് നിങ്ങളാരും ചിന്തിച്ചേക്കരുത് കേട്ടോ. പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞു നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതുകൊണ്ട് എന്ത് വേണം? ധാരാളം മക്കളെ വേണം, 3 വേണം, 4 വേണം, 5 വേണം, ഉപഹാരം തരാമെന്ന് പറഞ്ഞു. ഈ ഒരു പ്രോത്സാഹനവും ഇത്തരം പ്രഖ്യാപനങ്ങളൊന്നും മുസ്ലിം പണ്ഡിതന്മാർ നടത്താതെ തന്നെ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി 3-4 മക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് പന്നി പറലും, അത് രാജ്യം പിടിക്കാൻ വേണ്ടിയും ശതമാനം കൂട്ടി എല്ലാം കൈയടക്കാൻ വേണ്ടിയാണെന്ന് മുസ്ലിം സമൂഹത്തിനെതിരെ ഈ ആക്ഷേപാരോപണം പറയുന്ന പ്രിയപ്പെട്ട അച്ഛന്റെ സമുദായത്തിൽപ്പെട്ട കാസ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവന്മാരോടൊന്ന് പറ, ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയല്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇപ്പം പ്രിയപ്പെട്ട പിതാവ് തന്റെ സമൂഹത്തോട് പറഞ്ഞതും നിലനിൽപ്പ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ നിലനിൽപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതും രാജ്യം പിടിക്കാൻ വേണ്ടിയല്ലേ? ധാരാളം മക്കൾ ഉണ്ടാവൽ എന്ന് പറയുന്നത് പന്നി പറലാണെങ്കിൽ ഈ 4-5 മക്കളെയൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറഞ്ഞിരുന്നതും പന്നി പെറല് പോലെ പെറലല്ലേ? ഞങ്ങൾ അങ്ങനത്തെ പ്രയോഗങ്ങളും നടത്താറില്ല. അച്ഛനറിയാമല്ലോ അത്തരം വാക്കുകളൊന്നും പറയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവിന് ദേഷ്യമൊന്നും തോന്നരുത്. തറയിൽ പിതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരാളാണ്. നിങ്ങളുടെ വർത്തമാനം വളരെ സന്തോഷമുള്ള വർത്തമാനമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉണർത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾ 3-4 മക്കൾ ഉൽപ്പാദിപ്പിക്കൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ പ്രോത്സാഹനവും പ്രഖ്യാപനവും ഒന്നും ഇല്ലാതെ ധാരാളം മക്കളുണ്ടായി എന്നൊരൊറ്റ കാരണം കൊണ്ട് മുസ്ലിം സമുദായത്തെ എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ഇതിനോടൊന്നും പ്രതികരിക്കുന്നില്ല. പക്ഷേ കാലം നിങ്ങൾക്ക് ഓരോ നേരവും മറുപടി തന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അച്ഛൻ തന്നെ പറയേണ്ടി വന്നു. ഞങ്ങൾ പ്രഖ്യാപിക്കാതെ തന്നെ ഞങ്ങൾക്ക് ധാരാളം മക്കളുണ്ടായാൽ അവരെ വളർത്താനും പഠിപ്പിക്കാനും